നമസ്കാരം. യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മള് കോഴിക്കോട് പട്ടാഭിരാമൻ സാറിന്റെ കല്യാൺ സിൽക്സിലേക്കാണ് പോകുന്നത്. കല്യാൺ സിൽക്സിലേക്ക് പോകുന്നതിന്റെ പ്രത്യേകത തുണി വാങ്ങിക്കാനല്ല ഇപ്പോൾ നമ്മൾ പോകുന്നത്. അവിടെയുള്ള പട്ടുസാരി നെയ്യുന്ന നെയ്ത്ത് ലൂമിന്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടും കാണാനും വേണ്ടിയിട്ടാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് പട്ടുനൂൽ ഉപയോഗിച്ച് സാരി നെയ്തെടുക്കുന്ന കാഴ്ചകൾ കാണുന്ന ഒരു ടെക്സ്റ്റൈൽസ് ഉള്ളത്. തൊണ്ടയാട് പുതിയ ബിൽഡിംഗിലേക്ക് കല്യാൺ സിൽക്സ് മാറിയപ്പോഴാണ് 2 ലൂമാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അവർക്ക് മൊത്തം 2000 ലൂമില് തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്. 2000 സാരി ഒരേ സമയത്ത് നെയ്തെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. കേരളത്തിൽ അവർക്ക് ഈ ഒരു ലൂമ് മാത്രമേ ഉള്ളൂ. ഈ 2 ലൂമ് പുതിയ ലൂമ് തന്നെയാണ്. അത് പവർ ലൂം അല്ല. പവർ ലൂമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മെഷീനറി ആയിക്കോളും എല്ലാ കാര്യവും. ഒരാളുടെ മേൽനോട്ടം മാത്രം ഉണ്ടായാൽ മാത്രം മതി. അതിങ്ങനെ പ്രിന്റ് ചെയ്ത് സാരി ഇങ്ങനെ നെയ്ത് ചെയ്ത് ഇങ്ങനെ വന്നുകൊള്ളും. വല്ലപ്പോഴും നൂല് കുടുങ്ങുകയോ മറ്റു വല്ലതും സംഭവിക്കുമ്പോൾ മാത്രം അതിന്റെ അടുത്ത് ഒരാളുണ്ടായാൽ മാത്രം മതി. ഇതല്ല. ഇത് ശരിക്കും പട്ടുനൂൽ നെയ്തെടുക്കുകയാണ്. അതിന്റെ പരമ്പരാഗത രീതിയിൽ തന്നെ ഒരു മാറ്റവുമില്ലാതെ സാരി നെയ്തെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാഞ്ചീപുരം, ആർണി, വിരാജ്പേട്ട്, സേലം, കോയമ്പത്തൂർ, സത്യമംഗലം, തൊട്ടപ്പാളയം, ഈറോഡ്, ഒന്നുപുറം, ധർമ്മപുരം, ഹിന്ദുപുരം, ധർമ്മപ്പള്ളി എന്നീ സ്ഥലങ്ങളിലെല്ലാം അവർക്ക് ലൂമുകളുണ്ട്. ആ ലൂമുകളിലെല്ലാം പട്ടുസാരികൾ നെയ്തെടുക്കുന്നത് മുഴുവൻ കല്യാൺ സിൽക്സ് മാത്രമായിട്ടാണ്. അത് പുറത്തേക്ക് പോകുന്നില്ല. ഇത് വർഷങ്ങളായിട്ട് കല്യാൺ സിൽക്സിന്റെ ടെക്സ്റ്റൈൽസിൽ മാത്രമായിട്ടാണ് ഈ പട്ടുസാരികൾ നെയ്തെടുക്കുന്നത്. സാരികളെല്ലാം നിർമ്മിക്കാൻ ആധുനികതയുടെ ഒരു ചെറിയ പരിവേഷവും കൂടിയുണ്ട്. അതിലൊക്കെ ഒരു കമ്പ്യൂട്ടർ ചിപ്പ് ഉപയോഗിക്കുന്നുണ്ട്. കമ്പ്യൂട്ടറിൽ നമ്മൾ ഒരു ചിപ്പ് ഉപയോഗിച്ച് അത് കാർഡ്ബോർഡ് പോലെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. അതും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ആ സാരിയുടെ പൂർണ്ണമായി നെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ. ഈ സാരികളിൽ തന്നെ പ്രത്യേകമായിട്ട് വെള്ളി നൂലുകളും സ്വർണ്ണ നൂലുകളും ചേർക്കുന്നുണ്ട്. അത് ആവശ്യക്കാർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ കാണുന്ന രീതിയിൽ ഒരു പട്ടുസാരി, ഒരു കാഞ്ചീപുരം സാരി നിർമ്മിച്ചെടുക്കാൻ 15 മുതൽ 18-20 ദിവസങ്ങൾ വേണ്ടിവരും. 18 മുതൽ 20 ദിവസങ്ങൾ വേണ്ടിവരും. അപ്പോൾ ഒരു സാരിയുടെ വില നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കാഞ്ചീപുരം സാരിയുടെ പ്രത്യേകത നമുക്കറിയാം.
സാരി നെയ്യുന്നവര് രണ്ടുപേര് ദമ്പതികളാണ്, ഇന്ദുമതി ഗോപി. അവര് കാഞ്ചീപുരത്തു നിന്ന് വന്നിട്ടുള്ളവരാണ്. അവരാണ് ഇവിടെ താമസിച്ച് രാവിലെ ഷോറൂം തുറന്ന് വൈകുന്നേരം ഒരു 6 മണി 7 മണി വരെ ആ കടയിൽ സാരി നെയ്തെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതില് സാരി നെയ്തെടുക്കുമ്പോൾ തന്നെ ഒരു ഗമ്മ് പുരട്ടുന്നുണ്ട്. അത് സ്റ്റിഫ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ സ്റ്റിഫ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഗമ്മ് അപ്ലൈ ചെയ്യണം. എളുപ്പമുള്ള കാര്യമല്ല. മറ്റ് യന്ത്രങ്ങൾ നമുക്ക് ബാക്കിയുള്ള ഏത് സ്ഥലത്ത് പോയാലും എന്ത് യന്ത്രങ്ങൾ കണ്ടാലും നമുക്ക് ഒരു മടുപ്പ് വരും. നമുക്കതിന്റെ ടെക്നോളജി മനസ്സിലാക്കിയെടുക്കാം. ഇവിടെ ഇത്രയും നേരം നിന്നിട്ട് ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. എങ്ങനെയാണ് ഈ നേരിയ നൂലുകൾ ഇങ്ങനെ നെയ്തെടുക്കുന്നത് എന്നുള്ളത് ഒരു അത്ഭുതത്തോടു കൂടി തന്നെയാണ് ഞാൻ കണ്ടതും അതേപോലെ തന്നെ കാണികൾ കാണുന്നതും. അപ്പോ ഈ സാരികള് നെയ്തെടുക്കുന്ന രംഗം കാണുമ്പോൾ നമുക്ക് നമ്മുടെ വസ്ത്രങ്ങൾ നെയ്തെടുക്കുന്നതിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. വസ്ത്രം വാങ്ങിക്കാനല്ലെങ്കിലും ഈ പവർലൂമില് സാരി നെയ്തെടുക്കുന്ന കാഴ്ച കാണാൻ നമുക്ക് കല്യാൺ സിൽക്സിലേക്ക് ഒന്ന് പോകാം. നന്ദി, നമസ്കാരം.